ബൽഗാവിയിൽ നിന്നും ഇപ്പോൾ ശ്രീധരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അവിടെ ഒരു വിശാല കോൺഗ്രസ് സമ്മേളനം നടക്കുകയാണ്. അവിടെ നിന്നും ശ്രീധരനാണ്. ശ്രീധരൻ, നമസ്കാരം. അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? കാരണം ഇന്ന് മൻമോഹൻ സിംഗിന്റെ വിയോഗ വാർത്തയിലേക്കാണ് എല്ലാവരും ഈ ദിവസം ആരംഭിച്ചത് തന്നെ. ശ്രീധരൻ, കേൾക്കാമെന്ന് കരുതുന്നു. അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ശ്രീധരൻ? ബലഗാവിയിൽ നിന്ന് നേതാക്കളെല്ലാം തന്നെ മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എം ഹസൻ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ നേരത്തെ കൊടിക്കുന്നിൽ സുരേഷ് MP മടങ്ങിയിരുന്നു. പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും ഒക്കെ ഇവിടെ നിന്ന് അല്പസമയത്തിനകം തന്നെ പുറപ്പെടും. ഏതായാലും ബലഗാവിയിൽ ഉണ്ടായിരുന്ന കേരള നേതാക്കളെല്ലാം ഇവിടെ നിന്ന് മടങ്ങുകയാണ്. ഇന്ന് CWCയുടെ ഭാഗമായി വെച്ചിരുന്ന റാലി അത് വേണ്ടെന്ന് ഇന്നലെ രാത്രി തന്നെ വെച്ചിരുന്നു. നേതാക്കളെല്ലാം തന്നെ ഇവിടെ നിന്ന് മടങ്ങുന്ന ഒരു അവസ്ഥ തന്നെയാണ്. സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് നഷ്ടപ്പെട്ടത് ഏറ്റവും മികച്ച ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനെ, അതിലുപരി നേരത്തെ ഹസൻ സൂചിപ്പിച്ച പോലെ തന്നെ നിർണായകമായിട്ടുള്ള പല തീരുമാനങ്ങളും പല നിയമങ്ങളും പാസാക്കിയ ഒരു ഭരണാധികാരിയൊക്കെയാണ് ഭാരതത്തിന് നഷ്ടപ്പെട്ടത്. നിലവിലേതായാലും ഈ CWCയുടെ ഭാഗമായി നേതാക്കളെല്ലാം ബലഗാവിയിലായിരുന്നു. അവരെല്ലാം തന്നെ ഇവിടെ നിന്ന് പുറപ്പെടും. ഏതാണ്ട് 8:30 ഇൻഡിഗോ വിമാനത്തിലായിരിക്കും ഇവിടുന്ന് പുറപ്പെടുക. അതിനു മുൻപ് ഒരു സ്പെഷ്യൽ ഫ്ലൈറ്റ് കൂടി ചാർട്ട് ചെയ്തിട്ടുണ്ട്. ചില നേതാക്കൾ അതിലും പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ബലഗാവിയെ സംബന്ധിച്ച് ഒരു വലിയ ആഹ്വാനം കഴിഞ്ഞ ശേഷം കോൺഗ്രസിന്റെ ഒരു തിരിച്ചുവരവ് ഒക്കെ പറഞ്ഞുകൊണ്ട് വലിയൊരു ആഹ്വാനത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ വിയോഗ വാർത്ത വന്നത്. അതുപോലെ തന്നെ ഒരു വമ്പിച്ചൊരു സമ്മേളനം സംഘടിപ്പിക്കാൻ തീരുമാനിച്ച് തൊട്ടു പിന്നാലെ ഈ വിയോഗ വാർത്ത വന്നതോടുകൂടിയാണ് അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി, അനുശോചന ദുഃഖസൂചകമായി ഇന്നത്തെ പരിപാടികളൊക്കെ മാറ്റിവെച്ചിരിക്കുന്നത്. നിലവിലേതായാലും കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ, അതുപോലെ തന്നെ AICCയുടെ നേതാക്കളൊക്കെ ഈ ബലഗാവിയിൽ നിന്ന് മലയാളികളായ കോൺഗ്രസ് നേതാക്കളുടെ ആരുടെയെങ്കിലും പ്രതികരണം നമുക്ക് ലഭ്യമാണോ? സ്വാഭാവികമായിട്ടും അല്പസമയത്തിന് തന്നെ പ്രതിപക്ഷ നേതാവ് വരും. ഇപ്പോൾ M ഹസൻ നമ്മോടൊപ്പം ഒരിക്കൽ കൂടി ചേരുകയാണ്. എങ്ങനെ അനുസ്മരിക്കുന്നു? അങ്ങേക്കൊക്കെ വ്യക്തിപരമായി വളരെ അടുപ്പമുള്ള ഒരു നേതാവ് കൂടിയാണല്ലോ. അദ്ദേഹത്തിന്റെ വിയോഗ വാസ്തവത്തിൽ രാജ്യത്ത് വലിയ നഷ്ടമാണ്, പ്രത്യേകിച്ച് കോൺഗ്രസിന്. അദ്ദേഹം ജവഹർലാൽ നെഹ്റു കഴിഞ്ഞാൽ സ്വതന്ത്ര ഭാരതത്തിൽ ഇത്രയേറെ പ്രഗത്ഭരായ, അതുപോലെ തന്നെ ഇത്രയേറെ ലോകരാഷ്ട്രങ്ങളുടെ ആദരവ് നേടിയ ഒരു പ്രധാനമന്ത്രി വേറെയില്ല. അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ഇന്ത്യയിൽ ഒരുപാട് വികസനത്തിൻ്റെ കാര്യത്തിലും സുപ്രധാനമായിട്ടുള്ള പല നിയമങ്ങൾ രൂപം കൊള്ളുന്നതിലും അദ്ദേഹം വഹിച്ച പങ്ക് അവിസ്മരണീയമാണ്. എനിക്കൊരു വ്യക്തിപരമായിട്ട് എന്തെങ്കിലും അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ടോ? ഞാൻ പാർലമെന്റ് അംഗമൊന്നും അല്ലായിരുന്നുകൊണ്ട് പരിചയപ്പെട്ട സന്ദർഭങ്ങളിലെല്ലാം വളരെ സൗഹൃദം അദ്ദേഹത്തോട് പുലർത്താൻ. ഒരിക്കൽ ഞാൻ KV തോമസ് ഞാനും കൂടി അദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ ഏതാണ്ട് ഒരു അരമണിക്കൂറോളം കേരളത്തിൻ്റെ രാഷ്ട്രീയവും ദേശീയ രാഷ്ട്രീയവും അദ്ദേഹം പറഞ്ഞത് എനിക്ക് തന്നെ വലിയ ഇൻഫർമേഷനായി. കാരണം ഈ ഡിമോണിറ്റൈസേഷനെ കുറിച്ച് അദ്ദേഹം രാജ്യസഭയിൽ നടത്തിയ പ്രസംഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ കുറെ കൂടി അദ്ദേഹം വിശദമായി സംസാരിച്ചു. അദ്ദേഹത്തെ പോലെ ഒരു സാമ്പത്തിക വിദഗ്ധന് മാത്രം നടത്താൻ കഴിയുന്ന വിമർശനമാണ്. എനിക്ക് അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനും കിട്ടിയിട്ടുള്ള അവസരങ്ങളെല്ലാം അവിസ്മരണീയമാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കും. കേരളത്തിലുള്ള നേതാക്കളൊക്കെ ഇവിടെ നിന്ന് പുറപ്പെടുകയാണോ? എന്താ വിവരം? അല്ല, ഞാൻ ഡൽഹിയിലേക്ക് പോകുന്നില്ല. ഞാൻ കേരളത്തിലേക്ക് മടങ്ങി പോകും. ഇവിടെ നിന്ന് KPCC പ്രസിഡന്റ്, അതുപോലെ പ്രതിപക്ഷ സ്മരണകളുണ്ട് പറയാൻ. ഏറെ അടുപ്പമുണ്ടായിരുന്നു. ശാന്തനായ ഒരു വ്യക്തിത്വം ആയിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. വളരെ അഗ്രസീവായ പല രാജ്യ നേതാക്കന്മാരും ഉള്ളപ്പോൾ, അഗ്രസീവായി കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ പക്ഷെ വളരെ ശാന്തമായി ഇടപെടുന്ന, ശാന്തമുഖഭാവത്തോടെ പലതിനെയും നേരിടുന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്.